ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ ഉദ്ദേശിക്കുന്ന വേദഭാഗം മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 22 മുതൽ ഉള്ള വാക്യങ്ങളാണ്. അവിടെ യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് കണ്ണ് കാണാത്തതും സംസാരിക്കാൻ കഴിവില്ലാത്തതുമായ ഒരു ഭൂതഗ്രസ്തനായ ഒരു വ്യക്തിയെ കൊണ്ടിരുന്നു. യേശുക്രിസ്തു അവന് സൗഖ്യം നൽകി പാപം മോചിച്ചതിന് ശേഷം നിൽക്കുമ്പോഴാണ് പരീശന്മാർ പറയുന്നു, ഇവൻ ബെൽസെബൂബിൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ അത്ഭുതങ്ങൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പോഴാണ് വളരെ പ്രസക്തമായതും അതുപോലെ തന്നെ ആത്മീയ ഡെപ്തുമുള്ളതായൊരു കാര്യം പറയുന്നത്. ഒരു രാജ്യം തന്നിൽ ചിത്രിച്ചിരിക്കുമ്പോൾ അത് ഒരിക്കലും നിലനിൽക്കാൻ സാധിക്കുകയില്ല. ഒരു ഭവനവും അതുപോലെ ഒരു പട്ടണവും തമ്മിൽ ഡിവിഷൻ ഉണ്ടാകുമ്പോൾ അതിന് നിലനിൽപ്പില്ല. ഈ ഒരു വലിയ പ്രസക്തമായ കാര്യം പറയുന്നത്, അതായത് നല്ല ഒരു രാജ്യമാണെങ്കിലും മോശമുള്ള രാജ്യമാണെങ്കിലും ഉള്ളിൽ ഛിദ്രതയുണ്ടെങ്കിൽ, ഡിവിഷൻ ഉണ്ടെങ്കിൽ അതൊരിക്കലും നിലനിൽക്കുകയില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം, ഒരു ആത്മീയ ജീവിതം നമ്മൾ നയിക്കുമ്പോൾ നമ്മൾ കൂടിപ്പോകുന്ന ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ നമ്മൾ അടങ്ങിയിരിക്കുന്ന കുടുംബം, അല്ലെങ്കിൽ നമ്മൾ അടങ്ങിയിരിക്കുന്ന ആ സുഹൃത്ത് വലയം, ആ വലയത്തിനകത്ത് ഛിദ്രതയുണ്ടെങ്കിൽ, ഡിവിഷൻ ഉണ്ടെങ്കിൽ അതിന് ആയുസില്ല, നിലനിൽപ്പില്ല, തകർന്നു പോകും. ഇതാണ് യേശുക്രിസ്തു അവിടെ വ്യക്തമാക്കുന്ന കാര്യം. ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട കാര്യം എന്താണ്? നമ്മൾ നല്ല ഒരു ആത്മീയ ജീവിതം നയിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അതുമായിട്ട് നമ്മളെ പോഷകങ്ങൾ നൽകി നമ്മളെ സമൃദ്ധമായിട്ട് ആത്മീയതയിൽ നിലനിർത്തുവാൻ കഴിവുള്ള ചെറിയ ഗ്രൂപ്പുകൾ നമുക്കുണ്ടായിരിക്കണം. അതുപോലെ നമ്മൾ കൂടിച്ചേർന്ന് പോകുന്ന ഇടവക, പള്ളി, അതിനകത്ത് ഐക്യമുണ്ടാവണം. തമ്മിൽ എഡിഫൈ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കണം. നമ്മളെ ആത്മീയമായിട്ട് വളർത്തിക്കൊണ്ടുവരാൻ താല്പര്യമുള്ള, ഒരേ ദിശയിൽ സഞ്ചരിക്കുന്ന ആൾക്കാർ, ഒരേ രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാർ ഉണ്ടാവണം. അതുപോലെ തന്നെ നമ്മുടെ സമുദായവും അതുപോലെ തന്നെ നമ്മുടെ സഭയും ഐക്യമുണ്ടായിരിക്കണം. ഐക്യമില്ലാത്ത എന്തിനും നിലനിൽപ്പില്ല. അതുകൊണ്ട് ഈ യേശുക്രിസ്തുവിൻ്റെ ഈ വേദഭാഗത്തു നിന്ന് നമ്മൾ മനസ്സിലാക്കുവാനുള്ളത്, ഐക്യം ഇല്ലാത്തിടത്ത് ദൈവം വസിക്കുന്നില്ല, ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നില്ല. നമുക്ക് ദൈവം ഐക്യത ഉണ്ടാകുവാനായിട്ടുള്ള ഭാഗ്യം നമുക്ക് നൽകട്ടെ. ആ നല്ല ചിന്തകളുമായിട്ട് നമുക്ക് ആത്മീയമായിട്ട് മുൻപോട്ട് പോകുവാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.